സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മഹത്വം ആരാധന ആരാധന. വിവിധ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കളെ താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി അവരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും തീർത്ഥാടനത്തിനായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി കൃപാസനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ ഉടമ്പടി ധ്യാനം ഓൺലൈനിലിരുന്നു കൊണ്ട് വിവിധ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും ഓരോ രാജ്യങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ ഭക്തിപൂർവ്വം കൂടുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ തിരുസന്നിധാനത്തിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ സംഘർഷനിർഭരമായ ജീവിതയാത്രയിൽ അവനെ കൂട്ടുപോകുന്ന ഒരു ദൈവം, അതാണ് ഉടമ്പടിയുടെ ദൈവം. നിങ്ങളുടെ സങ്കടയാത്രയിൽ, സംഘർഷയാത്രയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് കൂട്ടുപോകുന്ന ഒരു ദൈവം. ഇത് എക്കാലത്തും ഉണ്ടായിരുന്നു. സുവിശേഷത്തിൻ്റെ സത്യസന്ധമായ വാഗ്ദാനമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംഘർഷാത്മകമായ യാത്രയിൽ സമാശ്വാസത്തിൻ്റെ കൂട്ടിയാത്ര നടത്തുന്ന ദൈവം, അത് ഏറ്റവും ഈ കാലത്ത് കൂടുതൽ ആൾക്കാർക്ക് അനുഭവേദ്യമാകുന്നത് ഉടമ്പടിയിലൂടെയാണ്. കാര്യം ഉടമ്പടിയുടെ ആ സ്ട്രക്ചറിൽ തന്നെ, വാഗ്ദാനങ്ങൾ തന്നെ രണ്ട് തരത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിവാക്കുന്നത്. ഒന്ന്, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പുറപ്പാടിൻ്റെ 23:2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. പിന്നെ പുറപ്പാട് 33:14 അവിടെയെല്ലാം ദൈവം തന്നെ നമ്മുടെ കൂടെ വരുന്നതാണ്. ഇത് നമ്മൾക്ക് തോന്നും ഇങ്ങനെ നമ്മളുടെ ഗുഡ് മോർണിംഗ് പറയണ പോലെ ഒരു ആശംസയാണെന്ന് തോന്നും.
ആശംസകളിൽ നിന്ന് അനുഭവങ്ങളിലേക്കുള്ള ദൂരം എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയുടെ ദൂരമല്ലത്, അത് പ്രവൃത്തിയുടെ ദൂരമാണ്. നമുക്ക് ഐ കം വിത്ത് യു വെറെവർ യു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ വരും, നീ എവിടെ പോയാലോ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ആശംസയാണെന്ന് തോന്നും. ദൈവം പറയണത് ഒരു ആശംസയല്ലല്ലോ, ദൈവം പറയണത് ഒരു അനുഭവത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആശംസയെ അനുഭവമാക്കുന്നത് നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന മെഷീനറി പ്രെയറാണ്. പക്ഷെ ആശംസകളെ അനുഭവമാക്കാൻ പ്രെയറിന് എന്തുമാത്രം സാധിക്കും എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ പ്രാർത്ഥനയ്ക്ക് പകരം പ്രവർത്തി വെച്ചിരിക്കുന്നത്. ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളിലൊന്ന്, വാഗ്ദാനങ്ങളിലൊന്ന് ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. അപ്പോൾ തോബിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോഴേ 12:13 എടുത്ത്, തോബിത്ത് 12:13 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തോബിത്ത് 12:13 ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇതാണ് വിഷയം. ഒന്നിട്ട് വായിച്ചേ. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് ആഴമായ ഒരു സത്യമാണ്. എന്താ പറയണത്? ഭക്ഷണമേശയിൽ നിന്ന് ആരാണ് ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് പോയി മൃതശരീരം സംസ്കരിക്കാൻ പോയത്? തോബിത്ത് ദൈവമേ എന്നും പറഞ്ഞ് ജീവിച്ച ഒരാളാണ്. ഈ ദൈവമേ എന്നും പറഞ്ഞ് ജീവിക്കുന്നതും നമ്മുടെ എന്തെങ്കിലും കാഷ്വാലിറ്റിക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതും രണ്ട് വിഷയമാണ്. ദൈവമേ എന്നും പറഞ്ഞ് ജീവിക്കുന്നതും നമ്മുടെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് വരുമ്പോൾ, ഇപ്പോൾ വണ്ടി തള്ളിയിട്ട് കയറണില്ല എന്നാൽ ഒരു കൈ ഒന്ന് തള്ളിക്കൊള്ളാൻ വേണ്ടി ദൈവത്തെ അവിടെ കക്ഷി ചേർക്കുകയും, വണ്ടി പാലം കടന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബമ്പ് കടന്ന് കഴിയുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് എന്നാൽ താങ്ക്സ് എന്ന് പറഞ്ഞ് വിടുന്നതും പലപ്പോഴും അങ്ങനെ നമ്മൾ ചെയ്യണത്. ദൈവത്തോട് കാണിക്കുന്ന ഒരു സമീപന രീതി അതാണ്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഇഷ്യൂവിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ കക്ഷി ചേർക്കുന്നു, ദൈവം അത് നിർവഹിക്കുന്നു, ഗുഡ് ബൈ പറയുന്നു. ക്ലിയർ? ഇത് റിലേഷൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ റിലേഷനാണ് ഉള്ളതെങ്കിൽ നമുക്ക് അധികകാലം ഈ ലൈഫിൽ ദൈവത്തെ കക്ഷി ചേർക്കാൻ, ദൈവത്തെ വരാൻ എന്തുമാത്രം സാധിക്കുമെന്ന് അറിയത്തില്ല. നമ്മളൊരു പ്രഗ്മാറ്റിക്കാണ് ഈ കാര്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ടായിരുന്നു, ആ വിഷയത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്തു, അത് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും. പക്ഷേ അതും ദൈവം അത് അങ്ങനെയല്ല ഉദ്ദേശിക്കണത്. ഒരു ഇടയ്ക്കൊന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് വിടുന്ന ഒരു ബന്ധമേ നിനക്ക് ദൈവമായിട്ടുണ്ടെങ്കിൽ നിനക്കിനി ഈ വണ്ടി പല സമയത്ത് ഇനിയും കട്ടറിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നീ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. എൻ്റെ ബന്ധമെന്ന് പറയണത് ഒരു പ്രോബ്ലം സെൻറ്റേഡ് ആണോ, ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്ന ഇഷ്യൂ ബേസ്ഡ് ആണോ? പലപ്പോഴും വരുന്നൊരു വിഷയം, വാട്ട് ഈസ് യുവർ സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി ഈസ് ഇഷ്യൂ ബേസ്ഡ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിൻ്റെ ആധ്യാത്മികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതൊരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്, വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല. ഇവിടെയാണ് പ്രോബ്ലം വരണത്. ഉടമ്പടി നിങ്ങളെ നിങ്ങളുടെ ആധ്യാത്മികതയെ വ്യക്തിയുമായി ആക്കും. നമ്മളുടെ സാധാരണഗതിയിൽ നമ്മുടെ ആധ്യാത്മികത വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ ഒരു ദുരന്തമെന്ന് പറയുന്നത്. ഒരു വിഷയമുണ്ടായി, ആ വിഷയം ഇപ്പോൾ കോളേജ് അഡ്മിഷൻ്റെ കാലമാണ്, ഒരു വിഷയമായി, അപ്പനും അമ്മയും മക്കളും എല്ലാം കൃപാസനത്തിലുണ്ട് ഇല്ലേ? അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ ഗുഡ് ബൈ, തീർന്നു. പിന്നെ നിങ്ങളുടെ ജീവിതമായി. ഇനിയിപ്പോൾ കോളേജിൽ പോയ കൊച്ച് വേറെ ആരെങ്കിലും ലൈൻ അടിച്ചാൽ മാത്രമേ പിന്നെ അപ്പനും അമ്മയും പിന്നെയും കൃപാസനത്തിൽ വരത്തുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് സംരക്ഷണം കിട്ടണില്ല നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്?
സംരക്ഷണം കിട്ടണില്ല. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഗുഡ് ബൈ പറഞ്ഞ് ദൈവത്തെ യാത്രയാക്കുന്നു. കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവത്തെ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാക്കുന്നു. അച്ഛൻ നിങ്ങളെ ആക്ഷേപിക്കുന്നതല്ല, സങ്കടകരമായൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവ് ദൈവമേ, സത്യം പറഞ്ഞാല് പലപ്പോഴും അറിയാതെയാണ് ഒരാവശ്യം കഴിയുമ്പോൾ നിന്നോട് യാത്ര പറഞ്ഞു പോരുകയോ നിന്നെ ആശംസിച്ച് എന്റെ ജീവിതത്തിൽ നിന്ന് യാത്ര ആക്കുകയോ ചെയ്യുന്നത്. പക്ഷെ കർത്താവേ, ഉടമ്പടി പ്രകാരം നിന്റെ വാഗ്ദാനമാണ്. Wherever you go, നീ എവിടെ പോയാലും നിത്യത വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവേ, എന്നോട് കൂടെ അന്ത്യം വരെ നിലനിൽക്കാനുള്ള നിന്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് എന്നെ സംരക്ഷിക്കാനുള്ള നിന്റെ കരുതലിനെ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ വിഷമിക്കുന്ന കർത്താവേ, ശേഷിച്ച കാലം മുഴുവൻ നിന്നെ വേർപിരിയാതെ കൈയോട് കൈ ചേർത്തുകൊണ്ട് കൊണ്ടുപോകാൻ ഒരുമിച്ച് യാത്രയാകാൻ ദൈവമേ, എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എന്നെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി ഇസ് ദ പ്രോജക്റ്റ് ഓഫ് പ്രോമിസ്. ആർക്കാണ് ആ പ്രോമിസ് ലഭിക്കണത്? ദൈവത്തിൻ്റെ വാഗ്ദാനം കിട്ടണത്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ദൈവം സത്യമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും സത്യമായിരിക്കും. അതുപോലെ ഇരിക്കുകയോ അല്ലെങ്കിൽ അതിനോട് അറ്റപ്പറ്റ സംഭവിക്കുകയോ അല്ല. ഷാർപ്പായിട്ട് അത് തന്നെ സംഭവിക്കും. ഇപ്പോൾ ഇന്നലെ സിംഗപ്പൂരിൽ നിന്നൊരു സഹോദരി എൻ്റെ വാട്സപ്പിലോട്ട്, എനിക്കവരറിയാൻ പാടില്ല, അവർക്ക് ചിലപ്പോൾ എൻ്റെ നമ്പർ എവിടെ നിന്നോ കിട്ടിയിട്ട് അവർ വാട്സപ്പിലോട്ട് ഒരു പാട്ടിട്ട്, നല്ല സുന്ദരമായ രീതിയിൽ നല്ല പ്രൊഫഷണൽ സിംഗറാണെന്ന് തോന്നുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അവർ തുടങ്ങുന്ന സഞ്ചാരി മാതാവേ എന്നാണ്. സഞ്ചാരി മാതാവേ. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അച്ഛൻ സാംസൺ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഈ ലേഡി നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഈ സ്ഥലത്ത് ഉള്ളതാണ്, അവരിവിടെ അകലെ താമസിക്കണം, മറ്റു രാജ്യങ്ങളിലെ ജോലി സംബന്ധമായ കാര്യത്തിൽ. അച്ഛനെ അവരെ പേഴ്സണലായിട്ട് അറിയാം. അവരിങ്ങനെ അച്ഛന് പാട്ടയക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം സഞ്ചാരി മാതാവ് സഞ്ചാരം ചെയ്ത് കൂടെ വരണ അവരനുഭവം അവർക്കുണ്ടായി. അപ്പോൾ അവരിന്ന് എഴുതി, കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെഴുതിയ നോട്ട് ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് എനിക്കിങ്ങനെ സെൻഡ് ചെയ്ത് തന്നു. നോട്ടിൻ്റെ ഫസ്റ്റ് പേജ്, അതായത് അവരാണത് എഴുതിയെന്ന് ആ പാട്ട് അച്ഛൻ അത് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവനും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അനുഭവത്തിൽ അവർ വളരെ ഹൃദ്യമായിട്ടൊരു അനുഭവമായിട്ട് പാടിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുണ്ട് ആ പാട്ട്, സൂപ്പറായിട്ടുണ്ട്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങളെല്ലാം അനുഭവിക്കുന്നൊരു വിഷയമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സഞ്ചാരി മാതാവിൻ്റെ കോൺസെപ്റ്റ് വന്നത്? അത് മരിയൻ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്, അല്ലേ? അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ ഈ ഉടമ്പടി എടുത്ത വ്യക്തി സത്യസന്ധനാണെങ്കിൽ അവസാനം വരെ നിൻ്റെ വിഷയം നിറവേറുവോളം നിൻ്റെ കൂടെ നിന്ന് അത് ചെയ്യിക്കും. മനസ്സിലാവാണ്? അതെന്താ കാര്യം? അമ്മയുടെ ഒരു രീതിയാണ് ഈ കൂടെ നിൽക്കുക എന്നുള്ളത്. അമ്മയുടെ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അമ്മ എന്തുകൊണ്ടാണ് അമ്മയെ സെലക്ട് ചെയ്തത്? ദൈവം ഇത് ഏത് കുരിശാണെങ്കിലും കൂടെ നിൽക്കുമെന്ന് നല്ല ബോധമുള്ളത് കൊണ്ടാണ്. 1000 പുരുഷനായി കണ്ടു, ഞാൻ ആരെ സ്ത്രീയായി കണ്ടില്ലെന്ന് പറയത്തില്ലേ സഭാപ്രസംഗി, അല്ലേ? സഭാപ്രസംഗി 7:29 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സഭാപ്രസംഗി 7:28.
1000-ഒരുവനെ ഞാൻ പുരുഷനായി കണ്ടു. എന്ന് പറഞ്ഞേ, 1000-ഒരുവനെ ഞാൻ പുരുഷനായി കണ്ടു. എന്നാൽ ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ദൈവം, നമ്മൾ ഈശോ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ അത് മനസ്സിലാക്കേണ്ടത്. ദൈവം ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ സ്വഭാവങ്ങളിൽ ഒന്നാണ് വിഷമസന്ധികളിൽ കൈവിടാതെ കൂടെ നിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ അമ്മ എന്താണ് ആദ്യമേ കർത്താവ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോഴേ അമ്മ അതിന് മറുപടി പറഞ്ഞ എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Read it again. ലൂക്ക 1:38. ലൂക്ക 1:38. മറിയം പറഞ്ഞു, മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പൊ എന്താ അവസാനം പറഞ്ഞ വാക്ക് എന്താ? നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോഴേ വാക്ക് ഏതറ്റം വരെ ജീവിതം പോയാലും വാക്ക് നിറവേറ്റുമെന്ന് മറിയത്തിൽ ദൈവം വിശ്വസിച്ചുകൊണ്ടാണ് അവരെ സ്ത്രീ എന്ന് വിളിച്ചത്. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ അമ്മയ്ക്ക് വലിയ മഹത്വം കൊടുക്കുന്ന പങ്കാളികളാക്കിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 19:25 യോഹന്നാൻ 19:25. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ യേശുവിന്റെ അമ്മ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് മറ്റേ കക്ഷികളെല്ലാം അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ അടുത്ത വണ്ടിക്ക് വീട്ടിൽ പോയണം. നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? അമ്മ നിൽക്കുന്ന കൊണ്ടാണ്. നമ്മളീ കുരിശിൻ്റെ ചുവടിലേക്ക് ചില സമയത്ത് അതിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകില്ല. ജീവിതത്തിൻ്റെ കുരിശിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകുമ്പോഴും നമ്മളെന്തുകൊണ്ടാണ് നിൽക്കണത്? ആത്മഹത്യ ചെയ്യാതെയും അല്ലെങ്കിൽ മറ്റ് വിക്രിയകളൊന്നും ചെയ്യാതെ നിൽക്കുന്നത് എന്താണ്? അമ്മ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴേ ഇതാ കർത്താവിൻ്റെ ദാസി. എനിക്ക് തോന്നുന്നത് ഈ ലൂക്ക 2:38 1:38 ലൂക്ക 1:38 എന്താണ്? അങ്ങ് വാക്കെന്നിൽ നിറവേറട്ടെ, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ അവസാനത്തെ വാക്ക് എന്താണ്? നിറവേറട്ടെ എന്നുള്ളതാണ്. അതും യോഹന്നാൻ്റെ 19:25 തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതാണ്. അതെന്താ പറയണത്? യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ദാറ്റ് മീൻസ് എന്തിനാണ് നിൽക്കണത്? കർത്താവിൻ്റെ വാക്ക് നിറവേറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോഴാ നിപ്പിൻ്റെ വ്യാഖ്യാനം എന്താണ്? വെറുതെ നിന്നല്ല, വന്ന് അകപ്പെട്ടു പോയതല്ല. നമ്മൾ പറയണേ ഞങ്ങൾക്ക് എന്ത് വിധിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തലേ കൈവെക്കല്ലേ. ദാറ്റ് മീൻസ് സങ്കടം വരുമ്പോൾ അകപ്പെട്ടു പോകുന്നല്ലേ പറയണത്. മറിയം അകപ്പെട്ടതല്ല, മറിച്ച് എന്താണ്? അങ്ങനെ വാക്കിന് നിറവേറട്ടെ എന്ന് ആദ്യമേ കയറി അമ്മ സമർപ്പിച്ചിരുന്നു.
ആ സമർപ്പണത്തിൻ്റെ, കർത്താവിൻ്റെ വാക്കിനോടുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ വചനം നിറവേറ്റാനാണ് അവൾ കുരിശിനെ ചുവട്ട് നിൽക്കുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാണവേ. ഇന്നലെ ഒരു റിയാലിറ്റി ഷോയിലുള്ള ആൾ, ഞാൻ ആ സാക്ഷി ഇട്ടിട്ടുണ്ട്, ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അയാൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ആൺകുഞ്ഞുങ്ങളെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു ആൺകുഞ്ഞും കൂടി വേണമെന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാം ഓക്കെ, ബ്രെയിനൊക്കെ ഓക്കെയാണ്, ഹാർട്ട് ഓക്കെയാണ്. പക്ഷെ ശ്വാസകോശം ചുങ്ങിപ്പോയതാണ്. അത് കുടലും പണ്ടവും എല്ലാം ആമാശയം ഉൾപ്പെടെ അങ്ങോട്ട് ഇടിച്ച് കയറി നിൽക്കണ കാരണം ശ്വാസകോശം ചെറുതായിപ്പോയി. അപ്പോൾ ഓക്സിജൻ എടുക്കണില്ല. അപ്പോൾ ഇത് അറിഞ്ഞോടുകൂടി ഇയാൾക്ക് ഭയങ്കരമായ കരച്ചിലാണ്. അയാൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഇമോഷൻ ഇങ്ങനെയാണ്, ചിരി വരുമ്പോൾ ഞാൻ നല്ലോണം ചിരിക്കും, കരച്ചിൽ കഴിഞ്ഞാൽ ഞാൻ വല്ലാത്ത രീതി കരയും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. അയാളത് പറയുമ്പോഴപ്പോലും അയാൾ കരയണ രീതിയിലാണ് സംസാരിക്കണത്. അവസാനം ഇയാൾ അമ്മയെടുത്ത് വരും. അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം, അമ്മ വിചാരിച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ എന്നിട്ട് ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഈ പതിരയും ശ്വാസകോശവും ഹൃദയവും എല്ലാം ഇങ്ങനെ അമങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ എന്തെങ്കിലും അമ്മയോട് ചെയ്ത ഉടമ്പടി, നമുക്കറിയാം ഇന്ന് പല മനുഷ്യരുടെയും ഒരു ആസ്തി ഒരു ആസ്തി ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയാണ്. കാര്യം അപ്പോഴും ആൾക്കാർ പറഞ്ഞാൽ എന്താണ്, സാറേ ഡോക്ടറെ ശരിയാകും, ഞങ്ങൾ ഉടമ്പടി. അപ്പോൾ ഡോക്ടറോട് പറയത്തില്ലെങ്കിൽ മനസ്സിൽ പറയാം, എന്താണ്, ഞങ്ങളെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അമ്മയുമായിട്ട് ഞങ്ങൾ ഉടമ്പടി, മക്കളെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന കാര്യം സത്യമാണ്. പക്ഷെ അതല്ല പ്രശ്നം, ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലേ, നിങ്ങൾ ലൈൻ വലിച്ചു എന്ന് പറഞ്ഞത് കാര്യം ശരിയാണ്, പക്ഷെ കറണ്ടുണ്ടോ, ഫീസ് പോയിരിക്കണം എന്നൊക്കെ നോക്കണം, ഇടക്ക് ചെക്ക് ചെയ്യണം. ലൈൻ വലിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് ഫീസ് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് തെളിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉടമ്പടി എടുത്താലും ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്താണ്? പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഉടമ്പടിയുടെ പ്രസൻസ്. മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉടമ്പടിയുടെ ഈ പദ്ധതി പ്രയോഗങ്ങളെ നമുക്ക് തരുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് പ്രസൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാന്നിധ്യം. എനിക്ക് തോന്നുന്നത് ഇതാണ്, മറ്റ് പല വിഷയങ്ങളും വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളിലേക്ക് ഒരു പരിവരെ നടക്കുമെങ്കിലും ഉടമ്പടി പ്രത്യേകിച്ച് വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ്, ഞാൻ എന്തുകൊണ്ട് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവേ ഉള്ളൂ. എന്താ കാര്യം? എൻ്റെ കൂടെ ദൈവം വരുമെന്ന് ഉടമ്പടി പ്രകാരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ദൈവം വരും. അത് സഞ്ചാരി മാതാവ് തൻ്റെ കൂടെ വരുന്നത് എല്ലാവരുടെയും അനുഭവമാണ്. കാര്യം ദൈവത്തിന് ആദ്യകാലം മുതലേ ഉള്ള ഒരു സത്യസന്ധമായ നിലപാടാണ് വിശ്വസിക്കുന്നതിൻ്റെ കൂടെ പോകണമെന്നുള്ളത്. അത് പുതിയതല്ല, വിശ്വസിക്കുന്നതിൻ്റെ കൂടെ. ഇപ്പം നമ്മൾ 23-20 എടുത്ത പുറപ്പാട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 23:20. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ, പറഞ്ഞേ, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഈ ലാൻഡ് ആൻഡ് ലൈഫ് ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ലാൻഡ് ആൻഡ് ലൈഫ്, ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സം ടോട്ടൽ, അതിൻ്റെ തട്ടകം, ഒരു ജീവിതത്തിൻ്റെ തട്ടകം എന്താണ്? ജീവിതം മീൻസ് ലൈഫ്. ലൈഫിൻ്റെ തട്ടകം എന്താണ്? ലാൻഡ്. അതായത് ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള എല്ലാം എന്താണ്? ബേസിക് ആയിട്ടുള്ള ലാൻഡ്. അത് നിങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായത് എന്താണ്? അനുകൂലമായ
സ്ഥലമാണ്, അനുകൂലമായ സ്ഥലം. അപ്പം അനുകൂലമായ സ്ഥലം, ഇപ്പം ഞാൻ ഈ ജപ്തി നടപടിയൊക്കെ ആൾക്കാർ വരത്തില്ലേ, അപ്പോൾ ഞാനെന്താ നിങ്ങൾ ജപ്തി നടപടിക്കാരെ പ്രത്യേകം കാണുന്ന എന്താ കാര്യം? അവിടെ വീട് സ്ഥലവും ജന്മാവകാശം നഷ്ടപ്പെടാൻ പോകുകയും അല്ലേ? അവിടെ ബൈബിളിനെ അത് റീസെറ്റ് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ വേറെ ഒരു പുസ്തകത്തെയും പറ്റത്തില്ല. എന്താ കാര്യം? ഇതെല്ലാം ഞാൻ നീ ജനിക്കാൻ ഞാൻ ഇടയാക്കിയ സ്ഥലം, നിന്നെ ജന്മ അവകാശമായി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥലം, നിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥലം, ആ സ്ഥലം നിനക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ ആ സ്ഥലത്തേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുന്ന ദൈവമാണ്. കൈ ഇടിച്ച് കർത്താവ് വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യാനുള്ള കൃപ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാനപീഠകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, ഞങ്ങളെല്ലാവരുടെയും മേല് അവിടുത്തെ ആത്മാവിനെ പ്രത്യേകമായി നിവേശിപ്പിക്കണമേ. ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ. ഒരുമിച്ച് സ്വർദ്ദനെ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ, ആത്മാവാം ദൈവമേ വരണമേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തെസ്സലോനിക്ക 5:19. 1 തെസ്സലോനിക്ക 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ടച്ച് പോയിന്റ് എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അപ്പൊ നിർവീര്യമാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ശക്തിയായത് കൊണ്ടാണ് നിർവീര്യമാക്കരുതെന്ന് പറയണത് 1 തെസ്സലോനിക്ക 5:19. പക്ഷെ വ്യക്തിയായത് കൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത് എഫേസ്യസ് 4:30. അതേസമയം അതുകൊണ്ട് ശക്തിയും വ്യക്തിയുമായ പരിശുദ്ധാത്മാവും നിങ്ങളിൽ വസിക്കുന്നതാണ്. അതേതാണ്? എസെക്കിയേലിൻ്റെ 37:14. നിങ്ങളുടെ ജീവിതം കൈമോശം വന്നു പോയാൽ ശക്തിയും അതുപോലെ തന്നെ വ്യക്തിയുമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ നിക്ഷേപിക്കുമെന്ന്. കൈയിട്ടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ, 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 ഫിലിപ്പി 2:14. ഫിലിപ്പി 2:14. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ.
അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തിയായും ശക്തിയായും പുലരാൻ വേണ്ടി നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്താണ്? കുറ്റമറ്റ ദൈവമക്കളായിട്ട് കാര്യമില്ല. പിന്നെന്താണ്? കുറ്റമറ്റ ദൈവമക്കളായാൽ മാത്രമേ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും. ആത്മാവിന് നിങ്ങളെ നയിക്കണ്ടേ? ആത്മാവ് ഉണ്ടായാൽ മാത്രം പോരല്ല, ആത്മാവ് നിങ്ങളെ നയിക്കണ്ടേ? എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാകാം, പരിശുദ്ധ മാലാഖയുമാകാം. അപ്പം നമുക്ക് മുമ്പേ പോകാനും ഞാൻ നിങ്ങൾക്ക് ഇപ്പം നമ്മളെന്താ പറയണത്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ പിതാവ് മാത്രമല്ല, പുത്രൻ മാത്രമല്ല, പരിശുദ്ധാത്മാവ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ പോകുന്ന വ്യക്തിയും ശക്തിയും അതെന്താണ്? ഞാൻ നിങ്ങൾക്കൊന്നും ഇപ്പം ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നവരില്ലേ ആൾക്കാർ? എൻ്റെ അടുത്ത് എന്നെ കാണാൻ വരുമ്പോൾ ആൾക്കാർ പറയുമല്ലോ, ഞങ്ങൾക്ക് അച്ഛാ ഭാഗോടമ്പടി നടക്കണില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചു, എന്നിട്ട് തിരിച്ച് കിട്ടണില്ല, ഞാൻ ഒരുത്തനെ സഹായിച്ചു, ഇപ്പോഴവനത് തിരിച്ച് തരണില്ല എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് എനിക്ക് എതിരെ കള്ളക്കേസ് വരെ കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ വരണത്. അവൻ്റെ പിടിച്ച് നിൽപ്പിനെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണത്? നിങ്ങൾക്ക് മുമ്പ് നിങ്ങളിനി അവൻ്റെ അടുത്ത് പോണ മുമ്പ് എന്താ ഐസയ 45:2 ഉണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും, അത് ദൈവത്തിൻ്റെ ആദ്യകാലം പോലെയുള്ള നടപടിക്രമങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും പിച്ചളവാതിലുകളെ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യുമെന്ന് കൈ ഇടിച്ച് കർത്താവല്ലേ. ഞങ്ങളുടെ ശത്രുക്കളെ തുരത്തി ഓടിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അഭിഷേകം ചെയ്യണേ, പരിശുദ്ധി നൽകണേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കൂടെ സഞ്ചരിക്കുന്ന എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. റോമർ 8:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 റോമർ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ഒന്ന് പറഞ്ഞേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇപ്പം പിടികിട്ടിയ? അതായത് പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രം പോരാ, നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. അതെങ്ങനെയാണ്? ഇപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ വരികയല്ലേ, ഇപ്പം ഈ IELTSകാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുമല്ലോ പരീക്ഷയ്ക്ക്. ഇപ്പം ഞാൻ അവിടെയൊക്കെ കൈവച്ച് തലേക്കൊക്കെ കൈവച്ച് സൈത്തൊക്കെ പൂശി കൊടുക്കും. അവർക്ക് നെറ്റിക്ക് പൂശും, ഓർമ്മശക്തിക്ക് പൂശും, ഫോർഹെഡിനെ പൂശും, എല്ലാ പ്രത്യേക പ്രാർത്ഥനയുണ്ട് അതിനെല്ലാം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, മക്കളെ അച്ഛൻ നിങ്ങൾ അങ്ഷം ചെയ്തിട്ടുണ്ട്, നിങ്ങളായിട്ട് ആത്മാവിൻ്റെ വീര്യം നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറയുന്നത് മക്കളെ ഇപ്പോൾ പരീക്ഷ വരെ എങ്കിലും നിങ്ങളത് കീപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് കീപ്പ് ചെയ്യണം, പക്ഷെ അതല്ല ഇൻറ്റൻസീവായിട്ട് പരീക്ഷ വരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ചേട്ടന്മാരുമായിട്ട് അടിയുണ്ടാക്കാനൊന്നും പോരുമെന്ന് പറയും. ഇപ്പോൾ ഇപ്പോൾ അനിയത്തിയുമായിട്ട് അടി വെക്കുമല്ലേ ഇതിൽ. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മത്സരമൊക്കെ വരത്തില്ലേ. ഇപ്പോൾ ഒരു ഇസ്തിരി ഇടണമെന്ന് വിചാരിച്ചോ, ചേർത്തിയോട് അമ്മ പറയും, എടി ആ ഷർട്ടൊന്ന് ഇസ്തിരി ഇട്ടാൽ അവനിപ്പോൾ വരും, അവനിപ്പോൾ സ്ഥലത്ത് പോകേണ്ടതാണെന്ന് പറയുമ്പോൾ ഇവൾ പഠിച്ചുകൊണ്ടിരിക്കത്തില്ലേ. അപ്പോൾ അവൾ പറയും, എനിക്ക് പറ്റത്തില്ല മമ്മി,
അനിയത്തിയോട് ഞാനാണിത് കഴുകിയിട്ടത്, അവളവിടെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളോട് പറയാൻ പറയും. അപ്പോൾ അവൾ പറയും ഞാൻ വേറെ ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചിയോട് പറയാൻ പറയും. ഇവർ തമ്മിൽ മത്സരമാകും. പക്ഷേ പ്രശ്നം എന്താണ്? ആത്മാവ് നിർവീര്യമാകും. അതുകൊണ്ടാണ് ഫിലിപ്പ് 2:14 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഫിലിപ്പി 2:14 എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അടുത്തത് അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. ദൈവമക്കളായ മാത്രം പോരാ, പിന്നെ എന്താണ്? കുറ്റമറ്റ ദൈവമക്കളാകണം. ദൈവമക്കളാകും എല്ലാവരും ജ്ഞാനസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവമക്കളാകുമല്ലോ, ഇല്ലേ? ഇപ്പം ജ്ഞാനസ്ഥാനത്തിൻ്റെ കുദാശേൻ്റെ അർത്ഥം എന്താണ്? ഉത്ഭവദോഷം നീക്കി, കർമ്മദോഷമുണ്ട്, അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കുന്ന കുദാശയാകുന്നു, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകും ജ്ഞാനസ്ഥാനപ്പെട്ട, പക്ഷെ കുറ്റമറ്റ ദൈവമക്കളാകണം. ഇവിടെയാണ് പ്രശ്നം. ജ്ഞാനസ്ഥാനം ചില സമയത്ത് ജീവിതത്തിൻ്റെ ചില വിഷയങ്ങൾ താങ്ങാത്തതിൻ്റെ കാരണം ജ്ഞാനസ്ഥാനപ്പെട്ടവരെ കുറ്റമത്തോടെയാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടാതെ വരും. നമുക്ക് സബ്സിഡിയൊക്കെ അനുവദിച്ചിട്ടുണ്ട്, ഗ്രാൻഡ് ഉണ്ട്, സബ്സിഡിയും ഉണ്ട്. അപ്പോഴേ ഗ്രാൻഡ് സബ്സിഡി ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചെന്നുവെച്ചും സാറേ സബ്സിഡി കിട്ടിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവർ തന്ന കാശ് എങ്ങനെ മുടക്കിയെന്ന് ചോദിക്കും. അവർ തന്ന കാശ് കൊണ്ട് പുട്ടടിച്ച് കാണും, അപ്പോൾ പിന്നെ സബ്സിഡി ഇല്ല. അതാണ് പ്രശ്നം വരുന്നത്. അതാണ് ഇതിൻ്റെ വരുന്ന വിഷയം. അതായത് ജ്ഞാനസ്ഥാനം തന്നെ നമ്മൾ പെടുമ്പോൾ ഓർക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പരിശുദ്ധാത്മാവിനെ ജീവിതകാലം മുഴുവൻ ദുഃഖിപ്പിക്കാതെ ആത്മാവിൽ ജീവിക്കാൻ വേണ്ടിയാണ്. എന്താണ്? ജീവിതം കൈവിട്ടു പോയാൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വക്രതയാർന്നതും ദുഷ്ടമായുള്ള സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നീ അവിടെ നിഷ്കളങ്കമായൊരു മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ആത്മാവിനെ ബലപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. ആത്മാവിനെ ബലപ്പെടുത്തിയാൽ എന്താ ഗുണമെന്നറിയാവോ? എന്താ ഗുണം? പിന്നെ നമ്മളായിരിക്കില്ല. ഈശോ പറഞ്ഞിട്ടില്ലേ, ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമേ, മക്കളെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇമ്മീഡിയറ്റ് മെമ്മറി നിങ്ങൾക്കുള്ള ലോക്കൽ മെമ്മറിയാണ്. നിങ്ങൾ പച്ച മഷി കൊണ്ട് വരച്ചും ചുവപ്പ് മഷി കൊണ്ട് വരച്ചും നക്ഷത്ര ചിഹ്നമൊക്കെ കിട്ടും പാഠപുസ്തകത്തിൽ ലോക്കൽ മെമ്മറി ഉണ്ടാക്കി. ദാറ്റ് ഇസ് ക്രിയേറ്റഡ് മെമ്മറി. നമുക്ക് സയൻസ് സ്റ്റുഡൻസിന് ആവശ്യമുള്ളത്, ലാംഗ്വേജ് സ്റ്റുഡൻസിന് ആവശ്യമുള്ള അറ്റ് എ ടൈം മെമ്മറിയാണ്, ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ സമയത്ത് കിട്ടണം. നിങ്ങൾ പറയത്തില്ല പരീക്ഷയുടെ സമയത്ത് ആ മെമ്മറി പോയി. എങ്ങനെ മെമ്മറി പോണത്? അത് നിങ്ങൾ എന്തെങ്കിലും ഇമോഷണൽ കോഷിങ് ഉണ്ടാകുമ്പോൾ അത് പോകും. അല്ലെങ്കിൽ നിങ്ങൾ പോണ വണ്ടി ഒരു വേറെ ഓട്ടോറിക്ഷ വെച്ചിട്ട് ഓട്ടോറിക്ഷക്കാരന്മാരെല്ലാം തന്തയ്ക്ക് വിളിക്കുമ്പോഴത്തേനും നിങ്ങൾ പഠിച്ചതെല്ലാം മറന്നു പോകും. ഇത് പ്രശ്നം അതാണ്. ഒരു കാഷ്വാലിറ്റി, ഞാൻ കാഷ്വാലിറ്റി വരെ ബ്ലോക്ക് ചെയ്താണ് നിങ്ങളെ പ്രാർത്ഥിച്ച് വിടുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മെമ്മറി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അത് ബ്ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്താണ് പ്രേയർ ചെയ്യണത്. അതെല്ലാവർക്കും അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ 12 വർക്കൗട്ട് ചെയ്തേ. ലൂക്കായുടെ സുവിശേഷം 12:12 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ലൂക്ക 12:12 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അതാണ് ആ സമയം, അറ്റ് എ ടൈം, ഓൺ ടൈം, ലൈവായിട്ട്. അത് നമ്മൾ, അതായത് ചില സമയത്ത് കോടതിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ വേറെ എവിടെയായാലും ഈ അറ്റ് എ ടൈം മെമ്മറി എന്ന് പറയുന്നത് വിവേകവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. വിവേകം, വിജ്ഞാനം, ജ്ഞാനപരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജ്ഞാനപരത്തിൽ നിന്നാണ് അറ്റ് എ ടൈം മെമ്മറി കിട്ടുന്നത്. ഇപ്പം മദർ തെരേസയുടെ തെണ്ടി നടക്കുകയായിരുന്നു ഒരേ സ്ഥലത്ത്, അല്ലെ? മക്കൾ കുറേയധികം ഭയങ്കര ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരുള്ള കാരണം മദർ അവർക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കൽക്കട്ടയുടെ തെരുവിൽ ആദ്യ കാലങ്ങളൊക്കെ ഒരേ സമയത്ത് ഒരേ കടയിൽ പോയി തെണ്ടുമായിരുന്നു പാത്രം കാണിച്ച്. അപ്പോൾ ഉടനെ അവർ ചിലർ തുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചരിത്രം വായിച്ചിട്ടുണ്ട്. അപ്പോൾ മദർ എന്താ പറയണത്? ദാറ്റ്സ് ഓക്കെ, ദിസ് ഈസ് ഫോർ മീ. ഇനി എനിക്ക് എൻ്റെ മക്കൾക്കുള്ളത് തരാൻ പറയും. ഇത് എനിക്കുള്ളതാണ്, ഇനി എൻ്റെ മക്കൾക്കുള്ളത്. അത് അറ്റ് എ ടൈം മെമ്മറി എന്ന് പറയുന്നത് ജ്ഞാനപരവാ. അയാളുടെ ഹൃദയം അലിഞ്ഞുപോയി. ആ സമയത്ത് നിങ്ങൾ അതാണ് ലൂക്ക 12:12.
അതായത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് തരും. അക്കരെ ആ മനുഷ്യൻ്റെ ഹൃദയം ഇളക്കാൻ വേണ്ടി, മലകളെ നിരപ്പാക്കാൻ വേണ്ടി, ഇരുമ്പോടാമ്പൾ ഒടിക്കാൻ വേണ്ടി, പിച്ചള തകർക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ വരവാണത്, ജ്ഞാനവരത്തോടെ വരവാണത്, കൃപയിലുള്ള വരവാണത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്, നീരുവിരിയമാക്കണമെന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥപ്രധാനം കൈയടിച്ച് കിടത്താൻ ശ്രദ്ധിക്കട്ടെ. എന്റെ ആത്മാവിനെ പറഞ്ഞ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കാം, നിങ്ങൾ ജീവിക്കാം, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വാസമർപ്പിക്കാം. കർത്താവേ, നിന്റെ ആഗ്രഹപ്രകാരം ഹിതപ്രകാരം എനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന എന്റെ ജീവിതം പുലരാനുള്ള ഭൗതിക സാഹചര്യങ്ങള് എനിക്ക് വേണ്ടി നീ ഒരുക്കുമെന്ന് അത് എന്നിൽ ചൊരിയുന്ന ആത്മാവിന്റെ ഫലത്താലാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പ്രവർത്തനങ്ങളിലൂടെ അതിവേഗം ഇടപെടുന്ന നന്ദി പറയുന്നു. മഹത്വം, ആരാധന. പന്ത്രണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 12:13 ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞേ, ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റതിന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സത്പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ജ്വലിപ്പിക്കുന്ന വചനമല്ലേ തോബിത്ത് 2:12-13 ഇന്ന് വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. അതെ, തോബിത്ത് എന്ന് പറയണത് ഒരു താപസനായ ഒരു മനുഷ്യനാണ്. ഇസ്രായേൽക്കാരുടെ കാലത്ത്, ഇസ്രായേൽ തകർന്നു പോയൊരു കാലത്ത് ജീവിച്ച ഒരാളാണ്. അവരെല്ലാവരും ദേവാലയമൊക്കെ ഇടിച്ച് നിരത്തി, എല്ലാവരും ഡിയാസ്പൊറയിൽ പോയി ഒളിച്ചോടിയൊക്കെ. ഇപ്പോൾ മണിപ്പൂരിൽ നിന്നൊക്കെ നമ്മുടെ ആൾക്കാർ പോകുന്നില്ലേ മണിപ്പൂരിൽ നിന്ന്. മണിപ്പൂരിൽ അബദ്ധത്തിൽ കേരള സഭയ്ക്ക് അബദ്ധം പറ്റുമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ മണിപ്പൂർ ആദ്യമേ തന്നെ വിശ്വാസികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ബോധപൂർവമായിട്ട് വർക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞത് വർഗീയ കലഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ പിന്തിരിഞ്ഞു നിന്ന് എന്തോ താല്പര്യത്തിൻ്റെ പേരിൽ എന്തോ ആയിക്കൊള്ളട്ടെ. ഇപ്പോഴും സത്യം മനസ്സിലായില്ലേ? വിശ്വാസികളെ തിരഞ്ഞു പിടിച്ചവരെ കൊല്ലുകയും അതേസമയം തന്നെ വംശഹത്യ നടത്തുകയും ചെയ്യുന്ന ഒരു ഇവാക്യുവേഷൻ നടപടിയാണ് നടക്കുന്നത്. അത് പലതരത്തിലുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ നടന്ന പോലെ, ഒരു കാലത്ത് സിറിയയിലൊക്കെ നടന്ന പോലെയുള്ളൊരു ഇവാക്യുവേഷൻ നടപടിയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വളരെ ശക്തമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ മണിപ്പൂർ മിക്കവാറും ഇന്ത്യ മുഴുവൻ അത് ട്രെൻഡാണ്. മണിപ്പൂർ ഒരു ട്രെൻഡാണ്. ഒരു വിശ്വാസ സമൂഹത്തെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു രഹസ്യ നിഗൂഢമായ അജണ്ടയുടെ ഒരു പരീക്ഷണശാലയാണത്. അവിടെ പ്രതിലോമ ശക്തികൾ വിജയിച്ചുകൊണ്ട് ഒരു വിശ്വാസ സമൂഹം തുടച്ചു നീക്കാൻ കഴിഞ്ഞാൽ ആ തുടച്ചു നീക്കൽ ഇന്ത്യ മുഴുവനും ഉണ്ടാകും. ഇതൊരു പ്രവചനമാണ്, നിങ്ങൾ കരുതിക്കോ. അതുകൊണ്ട് സഭ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി 2 പിതാക്കന്മാർ ഇവിടെ വന്നു. എൻ്റെ പിതാവും ജെയിംസ് ആനാവർമ്മൽ തിരുമേനിയും, അതുപോലെ തന്നെ കൊല്ലം പിതാവ് പോൾ മുല്ലശ്ശേരി പിതാവ്. അപ്പോൾ ഞാൻ പിതാക്കന്മാരോട് പറഞ്ഞു, പിതാക്കന്മാരെ, ആദിമസഭയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളുടെ ഏറ്റവും വലിയ നമ്മളുടെ ഇനിയുള്ള ജീവിതത്തിൽ നിലപാടെന്ന് വെച്ചാൽ ആദിമസഭ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ഒരു രഹസ്യ അജണ്ടയും ഒരു
ഒരു അടവ് നയോ ഒന്നുമില്ലാതെ ആത്മാവിൻ്റെ നയത്തിൽ പ്രവർത്തിച്ചതാണ്. ഇപ്പോൾ അടവ് നയത്തിലല്ലേ സഭ പ്രവർത്തിക്കണത്. പക്ഷേ ആത്മാവിൻ്റെ നയത്തിൽ പ്രവർത്തിച്ച ആദിമസഭ 10 വർഷം ജയിലിൽ കിടന്ന കാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന സഭയാണ് സഭയുടെ കരുത്ത്. അല്ലാതെ സംഘടിത സഭയേക്കാൾ ഉപരി പ്രാർത്ഥിക്കുന്ന സഭയായിട്ട് സഭ കൺവേർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ലാത്ത കാലമാണ് ഇവിടെ. നമ്മളെ രക്ഷിക്കാൻ ദൈവം മാത്രമാണെന്നുള്ളത് തിരിച്ചറിയേണ്ട അപ്പോസ്തലന്മാരാണെന്ന് ഞാൻ പിതാക്കന്മാരോട് കാഷ്വാലിറ്റി ആയിട്ട് പറഞ്ഞു. പക്ഷേ പിതാക്കന്മാർ സമ്മതിച്ചു. എന്താ കാര്യം? പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇത് ബിഷപ്പ് ഹൗസിലൊക്കെ ഉള്ള പ്രാർത്ഥനകളെക്കുറിച്ച് അവരെന്നോട് സംസാരിച്ചു. ഞാൻ നിങ്ങളോടും പറയുന്നു, നമ്മൾ കാര്യം കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ പോലും അവിടെ കറക്റ്റായിട്ട് ആൾക്കാർ പട്ടാളത്തിൽ നിയമിച്ചിട്ടുണ്ട്. എങ്കിലും അതേസമയം തന്നെ അവിടെ നരവേട്ട, വിശ്വാസവേട്ട നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ സമയത്തൊക്കെ പരസ്പരം കുറ്റം പറഞ്ഞ് ആരുടെയും പഴിചാരുന്നതിന് പകരം പരസ്പരം പറ്റുന്ന തരത്തിൽ പ്രാർത്ഥിച്ച് അവരുടെ നടപടിക്രമങ്ങളെയും, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി, അവരുടെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞെങ്കിൽ അങ്ങനെ ദൈവപുത്രക്കടുത്ത സമാധാന ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായാൽ അത് ഏത് ഗവൺമെൻറ് ആയാലും ഏത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും അതുപോലെ തന്നെ പരസ്പരം പറഞ്ഞ് വിഘടിപ്പിച്ച് വീണ്ടും പുണ്ണിനെ ചിരണ്ടി പഴുപ്പിക്കുന്നതിന് പകരം നിങ്ങളെല്ലാവരും അപ്പോസ്തല തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നമ്മളെ പരിശുദ്ധ അമ്മ ജീവനോടെ മധ്യസ്ഥം വഹിക്കുന്ന ഈ സമയത്ത്, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത്, മണിപ്പൂറിന് വേണ്ടി എവിടെയെല്ലാം വിശ്വാസത്തിൽ എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു, വിശ്വാസികൾ എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നു, എവിടെയെല്ലാം രക്തസാക്ഷികളാകുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ എന്നതുപോലെ, പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടത്തിൽ എന്നതുപോലെ അപ്പോസ്തലൻ ഇപ്പോൾ കർത്താവേ ഞങ്ങളെല്ലാ സഭകളെയും, മണിപ്പൂരിലെ സഭയെയും നാട്ടിലെ സഭകളെയും അതുപോലെ എല്ലാ ലോകം മുഴുവനുമുള്ള എല്ലാ സഭകളെയും കർത്താവെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, എവിടെയെല്ലാം വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു, എവിടെയെല്ലാം വീടും കൂടെ നഷ്ടപ്പെട്ടവർക്ക് ഓടേണ്ടി വരുന്നു, പാലായനം ചെയ്യപ്പെടുന്നു, എവിടെയെല്ലാം വേരുകൾ കർത്താവ് പറിച്ചറിയപ്പെടുന്നു, തൂത്തെറിയപ്പെടുന്നു, അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ പരിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ വീണ്ടെടുത്തതുപോലെ അവരെ നിലനിർത്തണമേ, സംരക്ഷിക്കണമേ, സൂക്ഷിക്കട്ടെ. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. കാരണം എന്താണ്? ആ സൽപ്രവൃത്തി നീ ചെയ്യുമ്പോൾ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയത്തില്ലേ നിങ്ങൾ രോഗികളെ പോയി കാണണം, ആശുപത്രിയിൽ പോയി കാണണമെന്നൊക്കെ. നിങ്ങൾ നഗ്നന്മാർക്ക് വസ്ത്രം കൊടുക്കണം. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, എനിക്ക് വിശന്ന് നിങ്ങൾക്ക് ഭക്ഷണം തന്നെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി എന്തുമാത്രം ആൾക്കാരാണ് ഇന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഓർക്കുക, അത് ഉടമ്പടി പ്രകാരം കൊടുക്കുമ്പോൾ ഉടമ്പടിയുടെ ഒരു ചിറ്റവൃത്തിയായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. മറിച്ചെന്താണ്? ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും.
ഉടമ്പടി ലക്ഷ്യം വെക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അത് നമുക്ക് സമർത്ഥമായി ലഭിക്കുന്ന സൽപ്രവർത്തികളിലൂടെയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾക്ക് പുത്തൻ പ്രേക്ഷിത ചൈതന്യം നൽകി ആരുടെ പ്രവർത്തികൾ ചെയ്യാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ കൈ നെഞ്ചത്ത് വെച്ചും വയറെ വെച്ചും ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ടപ്പോൾ ഞാനും എൻ്റെ രോഗാതുരമായ സ്ഥലങ്ങളിൽ എൻ്റെ കൈകൾ വെച്ചു, എന്നെ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഒരു സാക്ഷി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ദൈവം പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. നമ്മൾക്ക് തന്ന വെളിപാടനുസരിച്ച് നമ്മളിപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. നിനക്ക് എവിടെയാണ് രോഗമുള്ളത്? ഈ ഓൺലൈനിൽ പ്രാർത്ഥന കേൾക്കുന്നവരും ഈ പ്രാർത്ഥന എപ്പോൾ കൂടിയാലും നിങ്ങൾ കൂടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മക്കൾ കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ 1, 2, 3 രോഗങ്ങളുള്ള മക്കളുണ്ടാകും. അവിടെ എല്ലാം മാറ്റി മാറ്റി വെച്ച് വിശ്വാസ പ്രമാണം അറിയാവുന്നവർ വിശ്വാസ പ്രമാണം ചൊല്ലിയും അല്ലാത്തൊരു യേശുവേ രക്ഷക എൻ്റെ രോഗങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രോഗസൗഖ്യമായി നേടാവുന്നതാണ്. ശ്രുതികട ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 36 വർഷം അർപ്പിച്ച കൃപാണ യോഗ്യതയാൽ 36 വർഷം അർപ്പിച്ച കൃപാണ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസാൽത്താറെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ഓരോ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കണം കർത്താവേ. സിസ്റ്റ് രോഗികളുമെന്ന് കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കണ്ണിന് കാഴ്ച മൂടുന്നവരെ കുറയുന്നവരെ കണ്ണുകളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. മൂക്കിലെ അഡിനോയിഡ് രോഗികളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ക്യാൻസർ രോഗികളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. നടുവെല്ല് എല്ല് വളരുന്നവരെ എല്ല് ഉന്തിയവരെ അവിടെ എല്ലാം സ്പർശിക്കണം കർത്താവേ. ശരീരത്തിൽ മുഴയുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. വായു നാറ്റമുള്ളവരെയും വായു ശിഷ്ടമുള്ളവരെയും വായു ക്യാൻസർ ഉള്ളവരെയും സ്പർശിക്കണം കർത്താവേ. ശ്വാസകോശ രോഗികളെ സ്പർശിക്കണം കർത്താവേ. ശ്വാസകോശ രോഗികൾ, ഹൃദയ രോഗികൾ, പ്ലീഹ രോഗികൾ, കരൾ രോഗികളെ സ്പർശിക്കണം കർത്താവേ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം വിശുദ്ധ രക്തം കർത്താവ് ശരീരം തളിക്കപ്പെടട്ടെ. കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറട്ടെ. വാദരോഗികളെ, വിസർപ്പ രോഗികളെ, സോറിയാസിസ് രോഗികൾ, പിസ്റ്റുലായ രോഗികൾ, PCOD രോഗികൾ, RSS രോഗികളെ, മക്കളില്ലാത്തവർ കർത്താവേ, ഓട്ടിസത്തിൻ്റെ രോഗമുള്ളവർ കർത്താവ്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവർ കർത്താവ്, അപസ്മാര രോഗികൾ, ത്വക്ക് രോഗികളെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മനോരോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവരെ, ജപ്തി നടപടിയെ നേരിടുന്നവരെ, ജീവിത പങ്കാളിയെ കാണാത്തവരെ, ചിലരൊക്കെ ഈ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു ഭർത്താവ് കാണാനില്ലെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ
അകന്ന് താമസിക്കുന്ന ദമ്പതികൾ, ഇപ്പോൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദമ്പതികൾ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, കൈകാലുകൾ കൊച്ചി പിടിക്കുന്നവരെ, കൈകാലുകളെ ശോഷിച്ചു പോകുന്നവരെ, തല വലിയ ഉടവിൽ ചെറിയ കുഞ്ഞുങ്ങൾ, ഉടൽ വലിയ തല ചെറിയ കുഞ്ഞുങ്ങൾ, കിടപ്പ് രോഗികളെ കുഞ്ഞുങ്ങൾ, മറിഞ്ഞ് തിരിഞ്ഞ് കിടക്കാത്തവർ, നിരങ്ങാത്ത കുഞ്ഞുങ്ങൾ, ഗർഭിണിയുടെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നവർ, ഗർഭിണികളിൽ കൺവെൻഷൻ രോഗമുള്ളവർ, കുഞ്ഞ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കിടപ്പ് രോഗികളാണ് ഗർഭിണികൾ, മക്കളില്ലാത്തവർ, ഗർഭിണികൾ, ഗർഭസ്ഥ ശിശുക്കൾക്ക് രോഗമുള്ളവർ, കർത്താവ് സ്പർശിക്കണേ കർത്താവ്. മുടി വല്ലാണ്ട് കൊഴിയുന്നവർ, ഉറക്കമില്ലാത്തവർ, ശരീരം ചൂടാകുന്നവർ, എപ്പോഴും കലഹമുള്ള ഭവനങ്ങൾ എല്ലാം കർത്താവെ ഞാൻ നിനക്ക് മുമ്പേ പോവുകയും പിത്തളവാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും മലകൾ നിരപ്പാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തി ചൈതന്യം നിന്നിലേക്ക് ആവശ്യപ്പെട്ട് കർത്താവ് സംരക്ഷിക്കട്ടെ. എല്ലാ വിടുതലും, എല്ലാ സങ്കടങ്ങളും, എല്ലാ വിഷമതകളും, തകർച്ചകളും, തടസ്സങ്ങളും യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ട ഉദ്യമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃഷി ഉദ്യമങ്ങൾ, ചിലരുടെ ഏലപ്പാടങ്ങൾ അതുപോലെ നശിച്ചു പോയിട്ടുണ്ട്, അവർ ജപ്തി ആയി പോയിട്ടുണ്ട്. ചില റബ്ബർ തോട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ ബോട്ട് കയറ്റി വെച്ചിരിക്കുന്നു, അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പട്ടിണികൾ. അതേസമയം തന്നെ വള്ളംക്കാർ കടലിട്ട് ഇറങ്ങാൻ പോകുന്നു. ഈ ഒരു ചാകര മാത്രമാണ് അവരുടെ ഏക പ്രതീക്ഷ. ഓരോരോ സംരംഭങ്ങളും ഉദ്യമങ്ങളും തുടങ്ങാൻ പോകുന്നവരെ, വരുമാന മാർഗങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പാടില്ലാതെ ഓരോരോ ഉദ്യമങ്ങൾ ചെയ്യുന്നവരെ, ഇതെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതെല്ലാം ഒരുക്കി വിറ്റും തൂക്കി വിറ്റും പണയം വെച്ചുമൊക്കെ ഓരോ ജോലികൾ ചെയ്യുന്നവരെ, പൗൾട്രി ഫാം, പന്നി ഫാം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ജനങ്ങളതുകൊണ്ട് ചെയ്യിക്കാത്തതിൻ്റെ പേരിൽ ചെയ്യാൻ പറ്റാതെ പലിശ കൂടി വരുന്നവർ, ഇങ്ങനെ പൊറുതിമുട്ടുന്ന മനുഷ്യർ, ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൊറുതിമുട്ടുന്ന മനുഷ്യർ, അതുപോലെ തന്നെ മദ്യപാനത്തെ ആശ്രയിക്കുക കാരണം ഒരു പണിയിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കാരണം ഒരു പണിയിലോ പ്രാർത്ഥനയിലോ പഠനങ്ങളിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത കുടുംബങ്ങൾ, കുടുംബത്തിൻ്റെ ഭാവി ഇരുണ്ടായിരിക്കുന്ന അവസ്ഥകളുടെ പരിശുദ്ധ അമ്മ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരീക്ഷ എല്ലാം കഴിഞ്ഞു, റിസൾട്ടെല്ലാം വന്നു. കുഞ്ഞുങ്ങൾ ഉപരിപഠനത്തിന് വേണ്ടി പരക്കം പായുന്നു. ചിലർക്ക് ഉപരിപഠനത്തിന് എന്താണ് പഠിക്കേണ്ടതെന്ന് ഇപ്പോഴും മനസ്സിലാകാത്തവരുണ്ട്. ചിലർ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടുള്ളത് തെറ്റിപ്പോയവരുണ്ട്. ചിലർ ഒരു സ്ഥലത്ത് മാത്രം അപേക്ഷിച്ചിട്ടുണ്ട്, പല സ്ഥലത്ത് അപേക്ഷിക്കുന്നതിന് പകരം ഒരു സ്ഥലത്ത് മാത്രം അപേക്ഷിച്ചിരിക്കുന്നവരുണ്ട്. ഇങ്ങനെയെല്ലാം പലതരത്തിൽ വിഷമിക്കുന്നവർ, ചിലർ ഓഫർ ലെറ്റർ വന്ന് പൈസയും കൊടുത്ത് വിസ വന്നിട്ടില്ല. ചില ആൾക്ക് തിരിച്ചു പോയവർ തന്നെ അവർ യഥാർത്ഥത്തിൽ ജോലിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരും എഴുതാൻ പോകുന്നവരും അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, നാട്ടിൽ OITയും IELTS MOHും ആദ്യം PSC ഒക്കെ എഴുതിയിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇങ്ങനെ ഓരോരോ തരത്തിലും ബാങ്കിൽ അന്വേഷിച്ചിട്ട് പണം കിട്ടാതിരിക്കുന്നവർ, അടുത്ത കുഞ്ഞിനെ പഠിപ്പിക്കാൻ മാർഗമില്ലാതിരിക്കുന്നവർ, ഇവിടെ പോകുന്നുള്ള ജീവിതത്തിൻ്റെ മുന്നിൽ അന്താളിച്ചും പകച്ചും നിൽക്കുന്നവരെ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ
നൽകണമേ. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത വ്യക്തികൾ, മുതിർന്ന വ്യക്തികൾ, വിവാഹം ഒത്തുവരാത്തവർ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങളും വ്യാപാരശാലകളിലും പണം മുടക്കിയിട്ട് പണം തിരിച്ചു കിട്ടാത്തവർ, കച്ചവടമില്ലാത്തവർ, കുടുംബ ചെലവ് കഴിയുന്നതിന് പോലും കടം മേടിച്ച് കഴിയുന്നവരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്, അവർക്ക് ജോലി ഇതുവരെ കിട്ടാത്തത് കാരണം. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കോടതിയിൽ കേസ് കിടക്കുന്നവരുണ്ട്, കേസിന് പോകുന്നവരുണ്ട്, ഇതുവരെ കേസ് പിടിക്കാത്തവരുണ്ട്, ജഡ്ജ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നവരുണ്ട്. എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാരുടെ വീടുകൾ തമ്മിൽ കലഹത്തിലും അകൽച്ചയിലും കഴിയുന്നവരുണ്ട്. മക്കൾ പലതരത്തിലുള്ള സ്വഭാവങ്ങളിലും ശീലങ്ങളിലും ബന്ധനങ്ങളിലും അകപ്പെട്ടു പോയ മക്കളുണ്ട്. കുടുംബത്തിന് മക്കൾ നഷ്ടപ്പെട്ടവരും മക്കൾക്ക് കുടുംബം നഷ്ടപ്പെട്ടവരുമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങിയിരിക്കുന്ന നരകതുല്യമായ ജീവിതാവസ്ഥയോട് കടന്നു പോകുന്നവരുണ്ട്. എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ വലിയ സത്യം അവർക്ക് ആവശ്യിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഭയത്തിലും ഭീതിയിലും കഴിയുന്നവരുണ്ട്. കടൽക്ഷോഭത്തിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. കടലരികിൽ സീവാളില്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന മക്കളുണ്ട്. അവർ മേലോട്ട് നോക്കുമ്പോൾ അവിടെ ചങ്ക പിടച്ചു പോകും. എപ്പോഴാണ് കടലിൽ ഞങ്ങളുടെ വീടും കൊണ്ട് പോകണത്? ഞങ്ങളിനി എപ്പോഴാണ് ഈ തീരത്ത് നിന്ന് അസ്തമിച്ച് പോകണമെന്നറിയാതെ നിസ്സഹായം നിൽക്കുന്ന മക്കൾ. മലമ്പ്രദേശങ്ങളിലെല്ലാം താമസിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഉരുൾപൊട്ടിയതിൽ അടുത്ത് താമസിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയം വന്നപ്പോൾ അവിടെ നിന്ന് പോകേണ്ടി വന്ന മക്കളും, എല്ലാ കാലത്തും മഴ വരുമ്പോൾ പ്രളയമായി പോകുന്ന സ്ഥലങ്ങൾ, അതെല്ലാം ശാശ്വതമായി പരിഹരിക്കാൻ ഒരു വഴിയും കാണാതെ ഭരണകൂടം പകച്ചു നിൽക്കുന്ന സമയങ്ങളിൽ ദൈവമേ അങ്ങക്ക് മാത്രമേ അങ്ങയുടെ മക്കളെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവെ, പ്രളയഭൂമി ജീവിക്കുന്ന, ഉരുൾപൊട്ടുന്ന ഭൂമി ജീവിക്കുന്ന, കടൽ കയറുന്ന ഭൂമി ജീവിക്കുന്ന, പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ ജീവിക്കുന്ന മക്കളെ നീ പൂർണ്ണമായി ഏറ്റെടുക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടുകൾ ഒന്നായിരുന്നു, I will remain statue in your own soil. പുറപ്പാടിൻ്റെ എസെക്കിയേൽ 37:14, പുറപ്പാടിൻ്റെ 33:14 നിൻ്റെ മണ്ണിൽ ഞാൻ നിന്നെ നിക്ഷേപിക്കും. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നിൻ്റെ ജീവിതത്തിന് അനുകൂലമായ ജോലി, നിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ എസെക്കിയേൽ 37:14 പറഞ്ഞിരിക്കുന്നത് പോലെ നിൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് നിന്നെ ഞാൻ നിർത്തുമെന്ന്. കർത്താവ്, ഈ വാക്കുകളെല്ലാം ഞങ്ങളെ വിശ്വസിക്കുന്നു, ഈ വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങളെ ഏറ്റെടുക്കുന്നു. അതിനുവേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ തോബിത്തിൻ്റെ 12:13 അനുസരിച്ചുകൊണ്ട് നിൻ്റെ സാന്നിധ്യം, നിൻ്റെ സൽപ്രവൃത്തികൾ എനിക്ക് അജ്ഞാതമായിരുന്നില്ല, ഞാനവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ കർത്താവ് സാന്നിധ്യം എല്ലാ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് അങ്ങനെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കണമേ. എല്ലാവർക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായ ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷൻ കിട്ടാനും കർത്താവ്, ജോലി ലഭിക്കാനും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിന്റെ നാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. കുട്ടിയെ നിൽക്കുക മക്കളെ. മൗനമായി എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴ് അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് ദിവ്യകുമാരൻ്റെ മുന്നിലായിരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഓർക്കുക. അച്ഛനത് പ്രാർത്ഥിച്ച പോലെ തന്നെ ഇപ്പം നിങ്ങൾക്കും പ്രാർത്ഥിച്ച ഈശോ നിങ്ങളെ സഹായിക്കുക. എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണീരോടെ ഓർത്ത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളും ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ